ചിലപ്പോൾ ഒക്കെ മക്കൾ അച്ഛനാകണം, കന്യാസ്ത്രീ ആകണം എന്നൊക്കെ പറയുമ്പോൾ ഒരു വിസമ്മതം മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നുണ്ട്. എൻ്റെ മുന്നിലിരിക്കുന്ന ഈ പിള്ളേരിൽ കുറേ പേർക്ക് അച്ഛനാകാനും സിസ്റ്റേഴ്സ് ആകാനും ഒക്കെ താല്പര്യമുണ്ട്. പക്ഷേ മാതാപിതാക്കൾ അവരെങ്ങനെ കൂട്ടിൽ വളർത്തുന്ന കിളിയെപ്പോലെ അവരുടെ ഇംഗിതത്തിന് വിധേയപ്പെടാൻ വേണ്ടി നിർബന്ധിക്കുന്ന ഒറ്റപ്പെട്ട ചില മാതാപിതാക്കളുണ്ട്. അത് വേണ്ട. ഓരോരുത്തരുടെയും വിളിക്കനുസൃതമായിട്ട് ജീവിതാന്തസ്സ് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഈ മക്കൾക്ക് കൊടുക്കണം. അതിന് അവരെ പ്രോത്സാഹിപ്പിക്കുക വേണ്ടത്, നിരുത്സാഹപ്പെടുത്തുകയല്ല വേണ്ടത്. ഇരിങ്ങാലക്കുട രൂപതയിൽ ഈ വർഷം ഈ കാലഘട്ടത്തിൽ 21 പൗരോഹിത്യ സ്വീകരണ കർമ്മങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 9 പേര് ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിട്ട്, ബാക്കി 12 പേര്, അതിൽ 2 പേര് കപ്പുച്ചിൻ, അതോടൊപ്പം തന്നെ ഷെൻസ്റ്റെറ്റ് എറണാകുളം രൂപതാംഗങ്ങളാണ്. ഇവിടെ വെച്ച് തിരുപ്പട്ടം സ്വീകരിക്കുന്നതിനുള്ളൂ. മറ്റുള്ളവർ ഗോരഖ്പൂർ, പാലക്കാട്, കല്യാൺ തുടങ്ങിയ രൂപതകൾക്കും ഷെൻസ്റ്റെറ്റ്, വിൻസെൻഷ്യൻ, CMI, കപ്പുച്ചിൻ തുടങ്ങി സന്യാസ സമൂഹങ്ങൾക്കുമായിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുക. ഞാൻ ഈ പട്ടം സ്വീകരിക്കാൻ വരുന്നതിന് മുമ്പ് രൂപതാ കാര്യാലയത്തിൻ്റെ പള്ളിയിൽ വെച്ച് പ്രാർത്ഥിച്ച് ആസ്വദിക്കുന്ന സമയത്ത് പറഞ്ഞതാണ്, പൗരോഹിത്യ ജീവിതത്തിൽ നല്ല വിശ്വസ്തതയുണ്ടാകണം, അജപാലന ദൗത്യ നിർവഹണത്തിൽ നല്ല ആത്മാർത്ഥത വേണം, ബലി അർപ്പണത്തിൽ നല്ല വിശുദ്ധി വേണം, തിരുക്കർമ്മങ്ങൾ പരികർമ്മം ചെയ്യുന്നതിൽ നല്ല തീഷ്ണത ഉണ്ടാകണം. തിമോത്തിക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ പറയുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ നല്ല ശുശ്രൂഷകനായിട്ട്, തീഷ്ണതയുള്ള ശുശ്രൂഷകനായിട്ട് വർത്തിക്കുക. അപ്പോസ്തലൻ തന്നെ തിമോത്തിയോസിനോട് പറയുന്നത് 4-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രവാചകന്മാരുടെ വിധിപ്രകാരം ശ്രേഷ്ഠരുടെ നിയമപ്രകാരം കൈവെപ്പ് വഴി നിനക്ക് ലഭിക്കുന്ന കൃപാവരം നീ അവഗണിക്കരുത്. ഒരുപാട് വെല്ലുവിളികളുടെയൊക്കെ മധ്യത്തിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഈ വെല്ലുവിളികൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിട്ട് ആരും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. കാരണം ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരിൽ ഒരാൾ ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത് സ്വയം നാശത്തിൽ എന്ന് പതിച്ചത് നമുക്കൊക്കെ അറിയാം. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഉള്ളതാണ് വെല്ലുവിളികൾ. ഈ കാലഘട്ടത്തിൽ ഉണ്ട് ധാരാളം വെല്ലുവിളികൾ, ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ഒക്കെ വെല്ലുവിളികളുണ്ട്. അപ്പം ആ വെല്ലുവിളികളുടെ മധ്യത്തിൽ ഈ ഭൗതികവൽക്കരണത്തിൻ്റെ, കമ്പോള സംസ്കാരത്തിൻ്റെ, ആഗോളവൽക്കരണത്തിൻ്റെ ഒക്കെ സ്വാധീനം എല്ലാ തലങ്ങളിലും ഉണ്ട്. അവിടെ നിനക്ക് ലഭിക്കുന്ന കൃപാവരം നീ അവഗണിക്കരുത്. അങ്ങനെ അവഗണിക്കാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ദൈവേഷ്ടത്തിന് പൂർണ്ണമായിട്ട് വിധേയപ്പെടണം. അതിന് സുവിശേഷാത്മകമായിട്ടുള്ള ധീരത വേണം. ഈ തന്നിഷ്ടം ചെയ്യാനായിട്ട് ഒരു ധീരതയും വേണ്ട. അന്വേഷണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ധീരതയും വേണ്ട, എളുപ്പമാണ്. ദൈവേഷ്ടം ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനോട് വിധേയപ്പെടണം, സഭയോട് വിധേയപ്പെടണം, താൻ ഏൽപ്പിക്കപ്പെടുന്ന സമൂഹത്തോട് പ്രതിപത്തി ഉണ്ടാകണം, പ്രതിബദ്ധതയുണ്ടാകണം. ഇപ്രകാരം ക്രിസ്തുവിനോടും സഭയോടും ഏൽപ്പിക്കപ്പെടുന്ന സമൂഹത്തോടും പ്രതിബദ്ധതയോടുകൂടെ പെരുമാറണമെന്നുണ്ടെങ്കിൽ നല്ല സുവിശേഷാത്മകമായിട്ടുള്ള ധീരത വേണം. അപ്പോസ്തലൻ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 6 മുതൽ 7 വരെ വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നീ അവഗണിക്കരുതെന്ന് മാത്രമല്ല നന്നായിട്ട് ഉജ്ജ്വലിപ്പിക്കണം. നിനക്ക് എൻ്റെ കൈവെപ്പ് വഴി നിനക്ക് ലഭിക്കുന്ന കൃപാവരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കാം. ഇത് ഉജ്ജ്വലിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നല്ല വ്യക്തിപരമായിട്ടുള്ള ബന്ധം ക്രിസ്തുവുമായിട്ട് വേണം. പാപ്പ ഈയിടെ ഇറക്കിയ 4-ാമത്തെ ചാക്രി ലേഖനമുണ്ട്, ഒക്ടോബർ 24-ാം തീയതി, ഡിലെക്സിറ്റ് നോസ്, അവൻ നമ്മെ സ്നേഹിച്ചു എന്നുള്ളത്. അതിൽ പാപ്പ പറയുന്ന 4 കാര്യങ്ങളിൽ ഒന്ന് നല്ല ഈശോയുടെ ഹൃദയത്തെക്കുറിച്ചാണ് പറയുന്നത്. നല്ല വ്യക്തിപരമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിപരമായിട്ടുള്ള ബന്ധം, അതിൽ നിന്നുടലെടുക്കുന്ന നല്ല ആർദ്രത, അതിൽ നിന്നുള്ള നല്ല ഹൃദയാനന്ദം,
അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാനുള്ള നല്ല പ്രേക്ഷിത ചൈതന്യം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് നിനക്ക് ലഭിക്കുന്ന കൃപാവരം നീ ഉജ്ജ്വലിപ്പിക്കണം. ഇന്ന് ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് മിനിമം കൊണ്ട് സംതൃപ്തിപ്പെടുക. അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുക. പ്രതിബദ്ധത, കമ്മിറ്റ്മെൻറ്റ്, സമർപ്പണ മനോഭാവം ഇത് കുറഞ്ഞു വരുന്ന ഒരവസ്ഥ. ഇത് തന്നെയാണ് യൂദാസിനും പറ്റിയത്. അതവൻ്റെ അധപതനത്തിന് ഇടയായി. അപ്പോൾ ഉജ്ജ്വലിപ്പിക്കാനുള്ള പ്രതിബദ്ധത നിനക്കുണ്ടാകണം. എന്നിട്ട് അപ്പസ്തോലൻ തന്നെ പറയുന്നു, നിനക്ക് തരുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, നല്ല സുവിശേഷാത്മകമായിട്ടുള്ള ധീരത ഉൾക്കൊള്ളുന്ന ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാവിനെയാണ് നിനക്ക് തരുന്നത്. ഇടർച്ച നൽകാൻ എളുപ്പമാണ്. തന്നിഷ്ടം ചെയ്ത് ഇടർച്ച നൽകാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ മറ്റുള്ളവർക്ക് ഇടർച്ച നൽകുന്ന ഒരു വാക്കുപോലും, ഒരു പെരുമാറ്റം പോലും, ഒരു ഇടപെടൽ പോലും നിന്നിൽ നിന്ന് ഉണ്ടാകരുത്. സഭയെ കെട്ടിപ്പടുക്കാനാണ് നീ പൗരോഹിത്യം സ്വീകരിക്കുന്നത്, സഭയെ തകർക്കാനല്ല. ഈ അവബോധം നിൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാകണം. അതുകൊണ്ട് അപ്പോസ്തലൻ 2 തിമോത്തി 1:6 പറയുന്നു, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതിൽ നീ ലജ്ജിക്കാനായിട്ടിടയാകരുത്. സുവിശേഷാത്മകമായിട്ടുള്ള ധീരതയോടുകൂടെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ നല്ല ശുശ്രൂഷകനായിട്ട് വർത്തിക്കണം എന്നുണ്ടെങ്കിൽ നല്ല പ്രാർത്ഥന ആവശ്യമുണ്ട്.